2024 ഡിസംബർ 10 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 12 മണി വരെ കുറ്റിച്ചൽ ജംഗ്ഷനിൽ വച്ച് നടക്കുകയാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് കുറ്റിച്ചൽ പഞ്ചായത്തിലെ ആരാധ്യയായ വൈസ് പ്രസിഡന്റ് ശ്രീമതി ലതിക അവർകളാണ്. നമ്മുടെ റാലി ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി എല്ലാ വാഹനങ്ങളും റോഡിന് ഇടത് സൈഡ് പ്രിയമുള്ളവരെ, കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വനിതാ ജംഗ്ഷൻ പരിപാടിയുടെ വിളംബര ഘോഷയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെയായി കടന്നു വരുന്നത്. തെരുവോരങ്ങൾ പിന്നിടങ്ങളാക്കി ഈ റാലി കടന്നു വരുമ്പോൾ റാലിക്ക് മാറ്റേറുന്നതിനായി പരുത്തിപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ് ഉണ്ടായിരിക്കുന്നതാണ്. സ്ത്രീകളുടെ സമഗ്ര വികസനവും സുരക്ഷയും ജ്വാല മാറ്റത്തിനൊരുങ്ങുന്ന മുന്നേറുന്ന മാറ്റത്തിനായി കൂട്ടായി എന്നും കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത്. ഇനി അസമയങ്ങളിൽ ഇല്ല, പെണ്ണിടങ്ങൾ തീയായി ഒരിക്കൽ നാം അതറിയണം, അറിയണം, അറിയണം. സ്വന്തമായി ഉയർന്നു വന്നതാണു നാം അതറിയണം, അറിയണം, അറിയണം. പ്രിയമുള്ളവരെ, കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് 2024-25 പ്രമുഖ വനിതകൾ പങ്കെടുക്കുന്നു. അതിലേക്കായി എല്ലാ പ്രിയപ്പെട്ടവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. തങ്ങളുടേത് കൂടെയാണ് ഘോഷയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത്. മാറ്റേറുന്നൊരു മാറ്റത്തിനായി കൂട്ടായി നിൽക്കുകയാണ് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത്. ഓരോ വനിതയെയും കൈപിടിച്ചുയർത്തുന്ന സംഗമവേദിയായി മാറുകയാണ് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത്. തെരുവോരങ്ങൾ പെണ്ണിടങ്ങളാക്കി ഈ റാലി കടന്നു വരുമ്പോൾ കൂട്ടായ്മയാണ് വനിതാ ജംഗ്ഷൻ. സ്വന്തമായി ഉയർന്നു വന്നതാണു നാം അതറിയണം, അനന്യമാം ദുരന്തമായിരുന്നു ജാതിനീതികൾ. പ്രിയപ്പെട്ടവരെ, കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് 2024-25 മാറ്റേറുന്നൊരു മാറ്റത്തിനായി കൂട്ടായി നിൽക്കുകയാണ് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത്. ഓരോ വനിതയെയും കൈപിടിച്ച് റോഷ്നി GS, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആൻഡ് ഗവൺമെന്റ് അംഗീകൃത സ്നേക് റെസ്ക്യൂവർ RRT പരുത്തിപ്പള്ളി തുടങ്ങിയവർ മുഖ്യ അതിഥികളായെത്തുന്നു. അതോടൊപ്പം വിവിധ ആ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അത് നിർത്തലാക്കിയത് നമ്മുടെ രാജാറാം മോഹൻ റായയാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ ജ്യേഷ്ഠപത്നിയെ പിടിച്ചു കൂട്ടി കൊണ്ടുവന്ന് ആ ചിതയിലേക്ക് ചാടുന്ന രംഗം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ എന്നും ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കാൻ വേണ്ടി അദ്ദേഹം കഴിവിന്റെ പരമാവധി പ്രക്ഷോഭ സമരങ്ങൾ നടത്തുകയും അതിലൂടെ വിജയിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സഹോദരിമാരും ആ വേദി വലിയൊരു സാംസ്കാരിക ഉത്സവമായി മാറ്റി തീർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ നടക്കുന്ന ആ സാംസ്കാരിക ഉത്സവത്തിൽ ബഹുമാനിരെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന വനിതാ ജംഗ്ഷൻ എന്ന പരിപാടിയുടെ വിളംബര ഘോഷയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പരിപാടി ഡിസംബർ 10
മാർച്ച് നാളെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി നമ്മൾ സ്ത്രീകളുടെ ഉന്നമനം മുതൽ രാത്രി 12 മണിയിലെ രാത്രി നടത്തത്തോടുകൂടി അവസാനിക്കുന്നതാണ്. എന്നാൽ സ്ത്രീകളുടെ അവകാശങ്ങൾ പുരുഷനോടൊപ്പം തുല്യമാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നു. എന്നാൽ ഇന്നും വെളിയിൽ ഇറങ്ങാൻ പറ്റാതെ വീടുകളിൽ തളച്ചിരിക്കുന്ന സ്ത്രീകൾ അനവധിയാണ് എന്ന് ഈ ആശംസ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. പലരുടെയും വീടുകളിൽ 6 മണി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങിയിട്ട് അവർക്ക് സ്വസ്ഥതയില്ലാതെ ഇന്നും കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളെ ഈ കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പോലും ഇതൊന്നും പങ്കെടുക്കാൻ കഴിയാതെ നമ്മുടെ വീടുകളിൽ അടച്ചിട്ടിരിക്കുന്ന അനേകം സ്ത്രീകളുണ്ട്. അപ്പം നമ്മുടെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പുരുഷന്മാർ തന്നെ അതിന് വിലങ്ങതടിയാവുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഏവർക്കും അറിയാവുന്നതാണ്. സ്ത്രീ സമത്വം നമ്മൾ ഹോരം പ്രസംഗിക്കുന്ന വാക്കുകൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ സാമ്പത്തിക വർഷത്തിൽ സ്ത്രീകളുടെ സമഗ്ര വികസനവും സുരക്ഷയും ജോല വനിതാ ജംഗ്ഷൻ വനിതകളുടെ കലാ സാംസ്കാരിക കൂട്ടായ്മയുടെ ഇന്ന് ഈ ഘോഷയാത്രയ്ക്ക് പങ്കെടുത്ത മുഴുവൻ എൻ്റെ കുടുംബശ്രീയുടെ അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ എത്തിയ എൻ്റെ എല്ലാ വനിതാ എങ്കിലും നമ്മുടെ കുടുംബശ്രീയിലൂടെ സ്ത്രീ ശാക്തീകരണത്തിലൂടെ നമ്മൾ മുന്നോട്ട് വന്നുകയും ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ നിലയിൽ ഇവിടെ നിൽക്കുന്നുവെങ്കിൽ നമ്മളുടെ കുടുംബശ്രീ വഴിയെ സ്ത്രീ ശാക്തീകരണത്തിലൂടെയാണ് വന്നത്. അതുപോലെ തന്നെ ഉള്ള വിളംബര ഘോഷയാത്രയാണ് ഇന്നിവിടെ നടന്നത്. ഇന്നത്തെ വിളംബര ഘോഷയാത്രയിൽ നമ്മളുടെ സ്ത്രീ സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്ത്രീകൾ അനുഭവിക്കുന്നതായ എല്ലാ കാര്യങ്ങളും നമ്മുടെ നേരത്തെ സംസാരിച്ചവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ